ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഗിസേലിന്റെ പുറകെ നടന്ന് അപ്പാനി ശരത്തും അക്ബറും അഭിലാഷും ഇവരെല്ലാം കുറേ നേരമായിട്ട് പറയുന്നു, നിങ്ങൾ ഇവിടുത്തെ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. കുറേ നേരമായിട്ട് ശല്യം ചെയ്ത് അവസാനം ഗിസേൽ വാ തുറന്നു. ഗിസേൽ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങളൊരു 4 അംഗ ഗുണ്ടാ സംഘമാണ്, നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പാനി ശരത്തിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒച്ച ഉണ്ടാക്കുന്നതല്ല ആർഗ്യുമെന്റ്, അതല്ല അഭിപ്രായം എന്ന് പറയുന്നത് ശബ്ദത്തിൽ പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും അഭിപ്രായങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു 4 പേരുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇവിടെ നടന്ന ഓരോ പെൺകുട്ടികളെയും ശല്യം ചെയ്ത് അവരെ കരയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ കണ്ടില്ലേ അനുവിന് എന്ത് കാര്യമുണ്ടായിട്ടാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ കരയിച്ചത്? ഇതുപോലെ ഒരു ആവശ്യവും ഇല്ലാണ്ട് അവിടെയും ഇവിടെയും നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു 4 അംഗ ഗുണ്ടകളെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. ലിറ്ററലി നിങ്ങൾ ഗുണ്ടകളാണ്. അത്തരത്തിലുള്ളൊരു പെരുമാറ്റമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരുന്ന് 2 ദിവസം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമായിരുന്നു, ആളുകളെയൊക്കെ മനസ്സിലാക്കുമായിരുന്നു. അല്ലാതെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെട്ടില്ല എന്ന് പറഞ്ഞോ, ഞാൻ ആക്റ്റീവ് അല്ലെന്നോ, എനിക്ക് അഭിപ്രായമില്ലെന്നോ അല്ല മനസ്സിലാക്കേണ്ടത്. എനിക്ക് എല്ലാത്തിനും നല്ല അഭിപ്രായമുണ്ട്. ഞാൻ മറ്റൊരു ബിഗ് ബോക്സിൽ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ പല പ്രേക്ഷകർക്കും ഉള്ളൊരു അഭിപ്രായം തന്നെയാണ്, ഇവരൊരു 3-4 പേരുണ്ട്, അതായത് ഈ അക്ബർ, അപ്പാനി ശരത്, അഭിലാഷ്, അതുപോലെ ഷാനവാസ്, വെറുതെ നടന്നൊരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് കണ്ടന്റ്, എങ്ങനെയാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത്, ഒരു ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും ഒരു മനുഷ്യനെ ശല്യപ്പെടുത്തി അവരുടെ വായിലിരിക്കുന്നതും കൂടി കേട്ടിട്ടുണ്ട്. ഇനി സംസാരിക്കാനുണ്ട്, വരാം.